വെൽക്കം ഫ്രണ്ട്സ്. ഇപ്പോൾ ഞങ്ങൾ സൈക്കിളൊക്കെ ഇവിടെ നിർത്തിയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ നാട്ടിൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ജർമ്മനിയിലോട്ട് വരിക എന്നുള്ളതൊരു ട്രെൻഡായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മിക്ക പിള്ളേർ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനിലോട്ട് എല്ലാവരും കയറി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ കയറി വരുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയം ചൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നേഴ്സിങ് എല്ലാ പിള്ളേരും മിക്ക പിള്ളേരും നമ്മുടെ നാട്ടിലുള്ളവർ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചൂസ് ചെയ്യുന്നുണ്ട്. അതിൽ താല്പര്യമുള്ള പിള്ളേരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, താല്പര്യമില്ലാത്ത പിള്ളേരുണ്ടാവില്ല. നിങ്ങൾ താല്പര്യമില്ലായ്ക ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ലാംഗ്വേജും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് കയറി വരരുത്. കാരണം നിങ്ങൾ പെടും. ഞാനിപ്പോൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഞാനിപ്പോൾ FST ആണ് ചെയ്യണത്. ഞാനിപ്പോൾ ജോലി ചെയ്യണ ആൾട്ടൻഹൈമിൽ എൻ്റെ കൂടെ ഇവിടെ ഹൗസ് ബിൽഡിങ് പഠിച്ചിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ട്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവരെന്നോട് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ലാംഗ്വേജ്, അതായത് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ, ഞാനിവിടെ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒക്ടോബറിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ബീറ്റ് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവർ പറയണതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു തേങ്ങ മനസ്സിലാകില്ല, സത്യം പറയാം. നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ ആദ്യം ഇവർ പറയണതൊന്നും പറ്റാതായിരിക്കുന്ന ടൈമിൽ ഇവരത് മനസ്സിലാക്കിയിട്ട് നമുക്ക് A2 ലെവലിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് എൻ്റെ ജോലിനെ കുറിച്ചും പിന്നെ ഇവിടെയുള്ള ആംബിയൻസിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് സെറ്റാക്കുക. പിന്നെ ലാംഗ്വേജ് സെറ്റാക്കുന്നതിൻ്റെ കൂടെ തന്നെ നേഴ്സിങ്ങിന് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും നേഴ്സിങ്ങിന് ഡയറക്റ്റ് കയറി വരാതിരിക്കുക. നിങ്ങൾക്ക് ആലോചിക്കാനൊരു ടൈമുണ്ട് ഇവിടെ. കാരണം ഇവിടെ FST, BFT പോലുള്ള വാളണ്ടറി കോഴ്സുകൾ ജർമ്മനിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾ അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഈ സാധനം എനിക്ക് പറ്റിയതാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നേരെ നേഴ്സിങ്ങിലോട്ട് കയറാം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ലാംഗ്വേജ് സെറ്റാക്കുക. ഡയറക്റ്റ് ഇവിടെ കയറി വരുമ്പോൾ FST അല്ലെങ്കിൽ BFT ചൂസ് ചെയ്യാനിരിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ FST എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന ടൈമിൽ എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്ക് വരുന്നത്. കാരണം എനിക്ക് അവർ പറയണത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പറയാനുള്ള എബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്നൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അതിനുള്ളൊരു ഇതായി. കാരണം അവർ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാനൊക്കെ ഒരു ഇതും എനിക്ക് വന്നു. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കയറി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും പറ്റത്തില്ല. കാരണം ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് 6 മാസത്തെ ഒരു പ്രൊബേഷണൽ പീരീഡ് അവർ തന്നെ ഉണ്ട്. ആ ടൈമിൽ അവർ നമ്മളിൽ സാറ്റിസ്ഫൈ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ തിരിച്ചുവിടാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FST എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബെറ്ററോയിങ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബെറ്ററോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലീഗയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ബെറ്ററോയിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഇവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, ഇവരുടെ കൂടെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇവരെ ജസ്റ്റ് സ്പാസിയറങ്ങാങ്ങിന് കൊണ്ടുപോകുക. സ്പാസിയറങ്ങാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ജസ്റ്റ് നടക്കാനായിട്ട് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ. അതായത് ഫ്ലീഗയിൽ നിന്ന് കംപ്ലീറ്റ്ലി സിമ്പിളാണത് ബെറ്ററോയിങ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വന്ന ടൈമിൽ ബെറ്ററോയിങ് ആണോ ഫ്ലീഗയാണെന്ന് ചോദിച്ചപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രശ്നം കാരണം ഞാൻ ഫ്ലീഗയെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലീഗെന്ന് പറഞ്ഞ കാരണം ഞാനിപ്പോൾ ഫ്ലീഗയിലാണ്. ഫ്ലീഗയിൽ ഇപ്പോൾ മൊത്തത്തിൽ അതായത് ഈ ജർമ്മൻകാരുടെ വലിയ സീനില്ല. അതായത് നമ്മുടെ ഈ ജർമ്മനിയിൽ വേറെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഇന്ത്യക്കാരോടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസിൽ എനിക്ക് വലിയ സാറ്റിസ്ഫൈങ് ഒന്നും ആയിരുന്നില്ല. ഇവർ നമ്മളെ ഭയങ്കര ഔട്ട്കാസ്റ്റായിട്ട് നമ്മളെ ഒരു ഔട്ട്കാസ്റ്റ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. അവർ കംപ്ലീറ്റ്ലി നമ്മളെ മാർജിനൈസ് ചെയ്യണ പോലെ തോന്നും നമുക്ക്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ FSTക്ക് വന്നു കഴിഞ്ഞാലും BFTക്ക് വന്നു കഴിഞ്ഞാലും ഡയറക്റ്റ് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ FSTക്ക് കയറി വരാനായിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് FSTക്ക് നമുക്ക് കുറേ ആനുകൂല്യങ്ങൾ ജർമ്മൻ സർക്കാർ തന്നെ ഉണ്ട്. അതായത് വോളണ്ടറി സർവീസ് ചെയ്യണവർക്ക് നല്ല ആനുകൂല്യങ്ങളുണ്ട് ഇവിടെ. അതിലിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഫുള്ള് ജർമ്മനിയിൽ നമുക്ക് ട്രെയിനിൽ പോകാനായിട്ട് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. അത് സാധാരണഗതിയിൽ 49 യൂറോൻ്റെ ടിക്കറ്റാണത്. പക്ഷേ നമുക്ക് FSTക്കാർക്ക് അല്ലെങ്കിൽ വോളണ്ടറി സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വെറും 29 യൂറോയ്ക്ക് കിട്ടും. അത് FSTയുടെ ഒരു ആനുകൂല്യമാണത്. പിന്നെ FSTക്ക് കിട്ടുന്നത് നമ്മുടെ ടാഷൻ ഗിൽഡ് എന്ന് പറയുന്നത് മിക്കവരും, ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, മിക്കവർക്ക് അറിയാൻ പറ്റുന്നത് 458 യൂറോയാണ് നമുക്ക് FSTക്ക് ടാഷൻ ഗിൽഡായിട്ട് കിട്ടുന്നത്. അതിൽ നമ്മുടെ ചിലവുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ FSTക്ക് വന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എന്തോരം പണി നമ്മൾ ഇവിടെ എടുക്കണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ജർമ്മനി എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ രാജ്യം, സൗകര്യങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, എബിലിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഹൈയിൽ നിൽക്കുന്ന രാജ്യം. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ഉടായ്പകളൊന്നും പറ്റത്തില്ല.
നമ്മൾ പണിയെടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരാം. പണിയെടുത്തില്ലെങ്കിൽ ഇവർ നമുക്ക് പട്ടി വിലയിരിക്കും തന്നെ. ഒന്നാമത്തെ ഇന്ത്യക്കാരോട് ഇവർക്കൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മൾ വലുതായിട്ട് പണിയും എടുക്കണില്ല, നമുക്കിതിനോടൊരു താല്പര്യമില്ല എന്നൊക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും നമ്മളെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം FSTക്ക് കയറി വരാനായിട്ട്. പിന്നെ FSTയുടെ വേറെ ഗുണങ്ങളെന്ന് പറയുന്നത്, ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. നിങ്ങൾക്ക് ഗുണങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ജോലി പറ്റും, അതായത് ഈ നേഴ്സിംഗ് എന്ന് പറഞ്ഞ ജോലിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് FST. നിങ്ങൾക്ക് നേഴ്സിങ്ങിൻ്റെ, അതായത് നിങ്ങൾ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ഒരു നേഴ്സായിട്ട് നിങ്ങൾ ചെയ്യണ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി, ആ എക്സാക്റ്റ് ജോലിയാണ് നിങ്ങൾ FSTക്ക് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നേഴ്സിങ്ങിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കിത് കാരണം നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണത്, നിങ്ങളുടെ ഭാവിയാണത്. നിങ്ങൾ ഈ ജോലി ചെയ്യേണ്ടത് ഒരു 50 വർഷം 40 വർഷം അടുപ്പിച്ച് ചെയ്യേണ്ട ജോലിയാണത്. അപ്പോൾ നിങ്ങൾ അത് ഒന്നും ഓർക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നിങ്ങൾ ജീവിതകാലം മൊത്തം ചെയ്യേണ്ട ജോലിയാണ്. അപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ളൊരു ജോലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ FST ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേഴ്സിംഗ് എനിക്ക് പറ്റിയ ജോലിയാണോ അല്ലെങ്കിൽ ഇതാണോ എൻ്റെ മേഖല എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് FST പഠിച്ചിട്ട് എനിക്ക് നേഴ്സിംഗ് പറ്റത്തില്ല എന്ന് കംപ്ലീറ്റ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഇവിടെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് മാത്രമല്ല ഉള്ളത് ജർമ്മനിയിൽ. നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടം പോലെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം നിങ്ങളുടെ ടേസ്റ്റിനെ പറ്റിയത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് .in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഏതൊക്കെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളാണ് ഉള്ളത്, അത് എൻ്റെ ടേസ്റ്റിന് പറ്റിയതാണോ. ചില കോഴ്സുകൾക്ക്, അതായത് ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ B2 ലെവൽ വേണം. ചില ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് നമുക്ക് B1 ലെവൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചാടിക്കയറി വരുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു വോളണ്ടറി സർവീസോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ നോക്കാം. FST എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം നിങ്ങൾക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളുടെ ഏകദേശം ഒരു രൂപ FST തന്നെ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ 6 മാസത്തെ FST ഉണ്ട്, 1 വർഷത്തെ FST ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 6 മാസം മതിയാവും. കാരണം 6 മാസത്തെ FST എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയയിൽ നിങ്ങൾ പിന്നെ ഹൗസ് ബിൽഡിംഗ്, നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. എനിക്കപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോ വരികയാണെങ്കിൽ പിന്നെ കാണാം. അതുവരെ ബൈ.